ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു യാത്ര പോകാനായിട്ടുള്ള പാക്കിംഗ് ആണ് ഈ നടക്കുന്നത്. അങ്ങനെ ദേ ഇറങ്ങുകയാണ് യാത്ര പോകാനായിട്ട്. എവിടാണെന്നറിയോ? വേറെ എങ്ങുമല്ല, അല്ലിമോളെ അക്ഷരം എഴുതിക്കാനായിട്ട് ദേ ഞങ്ങൾ മൂകാംബികയിലേക്ക് പോകാൻ വേണ്ടി കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് വെച്ച് പിടിച്ച് എത്തി കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ എന്താണ്ട് അവിടെ ദേവുവിൻ്റെ അമ്മയും അളിയനും പെങ്ങളുടെ കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾക്ക് കരുനാഗപ്പള്ളിയിൽ നിന്ന് കായംകുളത്തേക്ക് പോകാനുള്ള ട്രെയിൻ എത്തി. കായംകുളത്ത് എത്തി ഞങ്ങൾ. ഇവിടുന്നാണ് ഞങ്ങളുടെ ശരിക്കുള്ള യാത്ര തുടങ്ങുന്നത്. അതായത് ഗരീബിയൻ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ മൂകാംബികയിലേക്ക് പോകുന്നത്. കൃത്യം 9:15 ഗരീബിയൻ എക്സ്പ്രസ് എത്തി. പാവങ്ങളുടെ AC വണ്ടി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ശരിക്കും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ AC വണ്ടി ചൂസ് ചെയ്തത്. കാരണം അത്ര റേറ്റും ഇല്ല, 845 രൂപയേ ഉള്ളൂ ഒരാൾക്ക് റേറ്റ്. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വാഴ ഇലയിൽ ഇതാണ്ട് സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ വോയിസ് കൊടുക്കുമ്പോഴും അതിൻ്റെ ടേസ്റ്റ് എൻ്റെ നാക്കി നിൽക്കുക. അത്രയ്ക്ക് കീട്ടില്ല സംഭവമായിരുന്നു ഞങ്ങൾ ആ വാഴയിലയിൽ പൊതിഞ്ഞുകൊണ്ട് വന്നത്. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങി. വൈകിട്ടത്തെ ഫുഡ് പരാജയമായിപ്പോയത്. ബെഹ്റൂസ് ബിരിയാണി എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത്, ഈ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തതാണേ. അയ്യോ, സാധനം വന്ന് കഴിച്ച് വല്ലാത്ത പരിപാടിയായിപ്പോയി. അപ്പോൾ ഈ ഫുഡൊക്കെ ഇങ്ങനെ ട്രെയിനിനകത്ത് ഓർഡർ ചെയ്യുന്നവർ അത്യാവശ്യം റിവ്യൂ ഒക്കെ നോക്കിയിട്ട് മാത്രമേ ഓർഡർ ചെയ്യാവുള്ളൂ. അങ്ങനെ എന്തായാലും അതൊക്കെ അങ്ങ് കഴിച്ച് കിടന്നൊന്ന് ഉറങ്ങി. ഒരു 3:30 ആയപ്പോഴത്തേക്ക് ദേ ബൈന്ദൂർ റോഡ് മൂകാംബിക റോഡിലെത്തി ഞങ്ങൾ. അങ്ങനെ അവിടുന്ന് പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ ടാക്സി ബുക്ക് ചെയ്തിരുന്നു. അവർ ഞങ്ങൾക്ക് ടാക്സി ഇട്ട് തന്ന്. പിന്നെയുള്ള വിഷ്വൽസ് ഒന്നും കിട്ടിയില്ല, ഉറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ ദേ റൂമിലെത്തി. അവിടെ നിന്ന് ഫ്രഷായി. രാവിലെ ഫ്രഷായി. അതാണ്ട് ഞങ്ങൾ എല്ലാവരും ഫ്രഷായി. അളിയൻ്റെ ഫാമിലി ഇപ്പുറത്തെ റൂമിലായിരുന്നു, അവരെല്ലാവരും ഫ്രഷായി. അങ്ങനെ രാവിലെ ഇറങ്ങി. ഈ കാണുന്നതാണ് സൗപർണിക നദി. അതായത് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ നേരെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് സൗപർണിക നദി ഒഴുകുന്നത്. ഈ ഒരു ചെറിയ പാലം മാത്രമേ ഉള്ളത് അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറാനുള്ള ഒരു ദൂരം. അത്ര അടുത്താണ് നമുക്ക് ഹോട്ടൽ കിട്ടിയത്. നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തതാണ് ആ ഹോട്ടൽ. വേദാത്രി എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. ഈ ഒരു പൂക്കൂട ഉണ്ടോ, ഇത് ഇവിടുത്തെ ഒരു നേർച്ചയാണ്, പോയിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ഇങ്ങനെ ആ ഒരു പൂക്കൂടയിൽ പൂവൊക്കെ വാങ്ങിച്ച് അവിടെ ക്യൂ നിന്ന് അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെ പ്രദക്ഷിണത്തിന് വേണ്ടി ഇങ്ങനെ കർട്ടൻ ഇട്ട്. അപ്പോൾ ഇനി പ്രദക്ഷിണം പോവുകയാണ്. പ്രദക്ഷിണം പോയി കഴിഞ്ഞ് മാത്രമേ നമുക്ക് തൊഴാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പ്രദക്ഷിണം പോയി ഞങ്ങൾ തൊഴുതതിന് ശേഷം പിന്നെ ഞങ്ങൾ അല്ലിമോളെ എഴുതാനായിട്ട് കൊണ്ടുവന്ന്. ഇനി കാണുന്ന വിഷ്വൽസിൽ വോയിസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ വോയിസാണ്, അവിടുത്തെ വോയിസ്. അതിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഈ വോയിസ് എന്തിനാണ് ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ ഞങ്ങൾ മൂകാംബികയെ പോകും എന്നറിഞ്ഞതുകൊണ്ട് അവർ പറഞ്ഞത് അവർക്ക് ഇവിടുത്തെ വിഷ്വലും ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും ഒന്നറിയാൻ വേണ്ടി അങ്ങനെയുള്ള വീഡിയോസ് എടുത്തു കൊണ്ടുവരണേ എന്ന് പറഞ്ഞ്. അപ്പം വീഡിയോസ് എടുത്ത് എല്ലാവർക്കും അയക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് അത് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞ്. കുറേ ആൾക്കാർ ഇവിടെ വരാൻ പ്ലാൻ ചെയ്തിട്ട് ഒത്തിരി ആൾക്കാർ, അവർക്ക് വരാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ചും ആ ഒരു വിഷ്വൽ അങ്ങനെ ഡയറക്റ്റായിട്ട് പ്ലേ ചെയ്തത്. പിന്നെ മൂകാംബിക വരുന്ന സ്റ്റാറ്റസുകളൊക്കെ നമ്മളിടുമ്പം സ്ഥിരമായിട്ട് ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ് ഇവിടുത്തെ റൂമിൻ്റെ കാര്യം എങ്ങനെയാണ്, റൂമിൻ്റെ റെൻ്റൊക്കെ കൂടുതലാണോ, അതുപോലെ തന്നെ ഭക്ഷണം, നമുക്ക് പിടിക്കുന്ന ഭക്ഷണം, അതായത് മലയാളി ഫുഡ് കിട്ടുമെന്നൊക്കെ. അപ്പം ഞങ്ങൾ ഇവിടെ മൂകാംബിക വന്നു കഴിഞ്ഞാൽ ഒരേ ഒരു സ്ഥലത്തുനിന്നേ ഫുഡ് കഴിക്കാറുള്ളൂ. അത് ഈ മൂകാംബിക അമ്പലത്തിൻ്റെ തൊട്ട് വലത് സൈഡ്, അതായത് നമ്മൾ കയറി വരുമ്പോൾ ഉള്ള ആ റൈറ്റ് സൈഡിൽ തന്നെ മഹാലക്ഷ്മി റെസിഡൻസി എന്ന് പറയുന്ന ഒരു വലിയ ഹോട്ടലും റൂമും ഉണ്ട്, ഈ പറഞ്ഞ പോലെ ഫുഡും ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്നാണ് കഴിക്കുന്നത് നമ്മൾ. അവിടെ റൂം എടുക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് റൂം എടുക്കാത്തത്. ഫുഡ് ഈ പറഞ്ഞ പോലെ അവിടെ തന്നെ എപ്പോൾ വന്നാലും കഴിക്കുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെയാണ്. മലയാളികളാണ് നമ്മളെ ഡീൽ ചെയ്യാൻ വരുന്നത്. അതുകൊണ്ട് മലയാളത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇന്നത് വേണമെന്ന് പറയാം. അതുകൊണ്ട് ആ സാധനം തന്നെ കൃത്യമായിട്ട് കിട്ടും. അങ്ങനെ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫുഡാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ അല്പം എക്സ്പെൻസീവാണ്. ഇതാണ്ട് ബില്ല് കാണുമ്പോൾ നിങ്ങൾക്കറിയാം.
നല്ല എക്സ്പെൻസീവാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി. ഇതേ കണ്ട ഈ ഒരു ലൊക്കേഷൻ കണ്ടോ, ഇത് നിങ്ങൾക്ക് ഒക്കെ പരിചയമുള്ള ലൊക്കേഷനായിരിക്കും. ഒരു സിനിമയ്ക്കകത്ത് കൂടുതലും ഈ ലൊക്കേഷനിലാണ് ചിത്രീകരണമൊക്കെ നടന്നിട്ടുള്ളത്. ഏത് സിനിമയാണെന്നറിയോ? അരവിന്ദൻ്റെ അതിഥികൾക്കകത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു ലൊക്കേഷനും ഒക്കെയാണ് അതിൻ്റെ ചിത്രീകരണം കൂടുതലും നടന്നിട്ടുള്ളത്. അങ്ങനെ ആ ഒരു സ്ഥലത്തൂടെയൊക്കെ ഞങ്ങളിങ്ങനെ രാവിലെ വരുമ്പം റൂമിലേക്ക് തിരിച്ചു പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ അമ്പലത്തിൻ്റെ മുന്നേ കൂടാണ്. അപ്പോൾ വാഹന പൂജയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വേറൊരു പൂജ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. ഒരു ദമ്പതിമാരാണെന്ന് തോന്നുന്നു. അവരുടെ തലയിലേക്ക് ഇങ്ങനെ വെള്ളമൊക്കെ തിരുമേനി കൊണ്ട് ഒഴിച്ചിട്ട് ഒരു പൂജ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. അപ്പം അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വീണ്ടും നമ്മുടെ റൂമിലേക്ക് തിരിച്ച്. ഒരു പാലത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളതാണ്ട് ഈ ഒരു പാലം കണ്ടോ, ഈ ഒരു പാലം കടന്ന് ചെന്നാൽ നമ്മുടെ റൂമാണ്. ആ നേരെ കാണുന്ന അത് കണ്ടോ, വേദാത്രി ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞ് ആ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടോ, അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. റൂമിനൊക്കെ തുച്ഛമായ റേറ്റേ ഉള്ളൂ, 1000 രൂപയുള്ള ഒരു ദിവസത്തേക്ക് റൂമിന്. അപ്പോൾ അങ്ങനെ അവിടെ പോയി വീണ്ടും ഒന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയിട്ട് വീണ്ടും ഞങ്ങൾ വൈകിട്ട് തിരിച്ചിറങ്ങി. വൈകിട്ട് ഇറങ്ങിയപ്പോഴും മഴയാണ്, നല്ല മഴയാണ്. അപ്പോൾ വീണ്ടും വന്ന് കുറേയും കൂടെ 3 വട്ടമാണ് ദേവിയെ കാണേണ്ടത്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. നമുക്ക് ഉച്ചയ്ക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് വീണ്ടും വൈകിട്ട് വന്ന് വൈകിട്ടത്തെ ആ ഒരു ദർശനം കാണാൻ വേണ്ടി നിന്ന്. അപ്പം ഈ മൂകാംബിക അമ്പലത്തിൽ വരിക എന്ന് പറയുന്നത് അതൊരു നിയോഗമാണ്. കാരണം ഇനി എത്ര ലക്ഷം രൂപ കൈവച്ചിട്ട് നമുക്ക് അവിടെ പോകണം, അല്ലെ ഇന്ന ഡേറ്റിന് പോകണമെന്ന് പറഞ്ഞാലും അത് നടക്കത്തില്ല. അത് ദേവി വിളിക്കണം. നമ്മളവിടെ വരണമെന്നുണ്ടെങ്കിൽ, ഈ മൂകാംബിക അമ്പലത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ദേവി കൃത്യമായിട്ട് നമുക്ക് വിളിച്ചാൽ മാത്രമേ നമ്മളവിടെ എത്തത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരാത്ത ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്നത് ഈ വിഷ്വൽസൊക്കെ ആഡ് ചെയ്യുന്നത്. 80 വയസ്സായ ആൾക്കാർ മൂകാംബികയെ പോകാൻ പറ്റിയിട്ടില്ലാത്ത ഒരുപാട് അമ്മമാരൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ പറഞ്ഞ്, ഞാൻ 5 വട്ടം പോയിട്ടുണ്ടതുകൊണ്ട് എൻ്റെ അടുത്ത് എപ്പോഴും പറയും പോകുമ്പോൾ എല്ലാം ഒന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വരണേന്ന് പറയും. അപ്പോൾ ഇപ്പോഴാണ് ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റിയത്. വ്ളോഗൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങിയത് കൊണ്ടൊരു വ്ളോഗ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് മാക്സിമം വിഷ്വൽസ് ഉൾപ്പെടുത്തുവാണ് ഇതിനകത്ത് എല്ലാം. എത്രയായാലും ഈ അരങ്ങേറ്റവും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതുപോലെ ഡ്രസ്സിലുള്ള ഈ നൃത്തവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ മൂകാംബിക അമ്മയെ ചാർത്തിയ സാരി അത് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഓരോ റേറ്റ് ഇട്ടതാ കണ്ടോ, 8,500, അങ്ങനെ 20,000, 30,000, അങ്ങനെ ഓരോ റേറ്റിൽ അമ്മയെ ചാർത്തിയ പട്ട് സാരികൾ ഇങ്ങനെ അവിടെ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അവിടുന്ന്. അത് പല ആൾക്കാരും അവിടുന്ന് വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സാരി അവിടെ നമുക്ക് രസീത് എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ അതായത് കണ്ടോ, നെയ്വിളക്ക് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നെയ്വിളക്ക്. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത് ഇവിടുത്തെ ട്രെയിനിൻ്റെ സൗകര്യങ്ങളാണ്. ഈ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 9:20 കായംകുളത്ത് നിന്ന്, നമുക്ക് അടുത്ത് കായംകുളമാണ്, കരുനാഗപ്പള്ളി സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് കായംകുളത്താണ് ഞങ്ങൾക്ക് അടുത്ത സ്റ്റോപ്പ്. അത് തിരുവനന്തപുരത്ത് നിന്ന് അതിൻ്റെ 1 മണിക്കൂർ മുമ്പ് നോക്കിയാൽ മതി. എൻ്റെ കൃത്യം ടൈം എനിക്കറിയത്തില്ല. തിരുവനന്തപുരത്ത് നിന്ന് 1 മണിക്കൂർ മുമ്പായിരിക്കും. അപ്പോൾ ആ ഒരു ടൈം അനുസരിച്ച് ഷെഡ്യൂൾ ചെയ്ത് വേണം നമ്മൾ ഇത് പ്ലാൻ ചെയ്യാൻ, യാത്ര പ്ലാൻ ചെയ്യാനായിട്ട്. നേരത്തെ ബുക്ക് ചെയ്യണം. അതാകുമ്പോൾ AC ആണ്, പറഞ്ഞതുപോലെ പാവങ്ങളുടെ AC വണ്ടി എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് അതിന് വലിയ റേറ്റ് ഇല്ല. പിന്നുള്ളത് നേത്രാവതിയാണ്. നേത്രാവതിക്ക് അത്യാവശ്യം റേറ്റാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയത് അറേബ്യൻ എക്സ്പ്രസ്സിനാണെങ്കിലും തിരിച്ചു വന്നത് നേത്രാവതിക്കാണ്. കാരണം അതിന് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ടൊരു സംഭവമാണ് കഷായം. ഒരു കഷായമുണ്ട്, അത് ഈ കാണുന്ന സംഭവം കണ്ടോ, ഈ ഇദ്ദേഹം തരുന്ന ഒരു കഷായം. ഇതിന് വേണ്ടി ഇവിടെ നല്ല ക്യൂ ആണ്. ഇത് അത്യാവശ്യം രോഗങ്ങൾക്കുമൊക്കെ ഒരു നല്ലതാണെന്നുള്ള രീതിയിൽ എല്ലാവരും വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അത് വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ എന്തായാലും ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ മൂകാംബിക അമ്മയുടെ നടയിലുണ്ടായിരുന്നു. അവിടെ നേരെ ഞങ്ങൾ വീണ്ടും ഭക്ഷണം കഴിക്കാനായിട്ട് രാത്രി മഹാലക്ഷ്മിയിലോട്ട് വീണ്ടും പോയി അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എന്തായാലും ഞങ്ങൾ പോയിട്ട് നല്ല രീതിയിലൊന്ന് ഉറങ്ങി. 1 മണിയായപ്പം ഞങ്ങൾ കൃത്യം അവിടുന്ന് തന്നെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് തന്നെ വണ്ടി ബുക്ക് ചെയ്തിരുന്നു. അവർ നമ്മളെ ബൈന്ദൂർ റോഡ് മൂകാംബികയെ കൊണ്ടെത്തിച്ച് 3:10 അവിടുന്ന് വീണ്ടും ട്രെയിൻ ഉള്ളത്. നേത്രാവതിയാണ് ട്രെയിൻ. ഇത് പശുവിനെയൊക്കെ കാണുമ്പം വേറെ ഒന്നും വിചാരിക്കല്ലേ, ഇത് ബൈന്ദൂർ റോഡ് റെയിൽവേ സ്റ്റേഷനാണ്. അത് വലിയൊരു പുരോഗമനം ഇപ്പോഴും അതിനില്ല, ഒരു പഴയ രീതിയിൽ തന്നെയാണ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ട്രെയിനിൽ കയറി നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നേരെ പകലായി. നമ്മുടെ കേരളത്തിലെ കാഴ്ചകളൊക്കെ വീണ്ടും കാണാൻ തുടങ്ങി. ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെ എന്തായാലും കൃത്യം സ്റ്റേഷൻ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫുഡ് കൊണ്ട് എത്തിച്ച്. കിച്ചൺ തലശ്ശേരി എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള ഹോട്ടൽ മാത്രമേ നമുക്ക് ഈ ഇതിനകത്ത് വരുത്തുള്ളൂ, ഈ ആപ്പിനകത്ത് വരുത്തുള്ളൂ. അപ്പോൾ എന്തായാലും അവർ ഫുഡ് കൊണ്ടെത്തിച്ച്. ആ ഫുഡ് ആദ്യം ഞങ്ങൾ കഴിച്ചതുപോലുള്ള ഫുഡല്ലായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു.
തിരിച്ചു വന്നതുകൊണ്ട് ഞങ്ങൾ നോൺ വെജ് കഴിച്ച്. ചിക്കൻ ദം ബിരിയാണിയായിരുന്നു ഓർഡർ ചെയ്തത് കിച്ചൺ തലശ്ശേരിയിൽ നിന്ന്, തൃശ്ശൂർ. അവിടെ നിന്നാണ് ഓർഡർ ചെയ്തത്. അടിപൊളി ഫുഡായിരുന്നു. നല്ല ഫുഡൊക്കെ കഴിച്ച് കയറി ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 4-4:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കരുനാഗപ്പള്ളിയിലെത്തി. കരുനാഗപ്പള്ളി ഞങ്ങൾ താഴെ ട്രെയിനൊക്കെ ഇങ്ങനെ ഇറങ്ങി. ട്രെയിൻ ഇറങ്ങിയപ്പോഴത്തേക്ക് അല്ലി ഭയങ്കര കരച്ചിൽ, ട്രെയിൻ പോയെന്ന് പറഞ്ഞ്. പിന്നെ ട്രെയിന് ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങളങ്ങനെ വലിയൊരു യാത്ര. കുഞ്ഞിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്നത് മൂകാംബികമ്മയുടെ മുന്നിൽ കുറിച്ചിട്ട് ഞങ്ങളത് വീണ്ടും തിരിച്ച് ട്രെയിനൊക്കെ ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഓക്കെ, ബൈ ബൈ, ടാറ്റാ.